കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് റിവ്യൂ ആണ്, ക്ഷമിക്കണം. സിനിമ ഇറങ്ങിയ ദിവസം പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇന്നലെയാണ് സമയം കിട്ടിയത്. എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. നമ്മൾ കണ്ട കാന്താര സിനിമയുടെ പ്രീക്വലാണ് ഈ ഒരു സിനിമ. നമ്മൾ കണ്ട കാന്താര സിനിമയുടെ കഥ നടക്കുന്നതിന് മുൻപുള്ള കാലമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. വളരെയധികം എഫേർട്ട് എടുത്താണ് ഈ ഒരു സിനിമ ഋഷഭ് ഷെട്ടി ചെയ്തിട്ടുള്ളതെന്ന് സിനിമയിലെ ഓരോ ഫ്രെയിമുകൾ കാണുമ്പോഴും വ്യക്തമാണ്. സിനിമയിലെ ആക്ഷൻ സീക്വൻസൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണെന്ന്. കാന്താര സിനിമയുടെ സെറ്റിൽ കുറേ പേർക്ക് പരിക്കായതും മരണപ്പെടുകയൊക്കെ ചെയ്തത് ഇത്തരത്തിൽ റിസ്ക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്തത് കൊണ്ടാവാം. എന്തായാലും അവരുടെ ആ ഒരു എഫേർട്ട് നമുക്ക് സിനിമയിൽ കാണാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡി സീൻസും കുറച്ചധികം ആക്ഷൻ സീക്വൻസുകളൊക്കെ അടങ്ങിയതാണ്. അതുപോലെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ആ പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പലർക്കും ഇഷ്ടമായില്ലെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു കോമഡി സീൻസ് ഒന്നും വർക്കാവാത്തത് കൊണ്ടായിരിക്കാം പലർക്കും ഫസ്റ്റ് ഹാഫ് ലാഗായി തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ ഋഷഭ് ഷെട്ടിയുടെ ആക്ഷൻ സീക്വൻസൊക്കെ വൻ പൊളിയായിരുന്നു. ജയറാമേട്ടന് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് രംഗങ്ങളേ ഉള്ളൂ. പിന്നെ സിനിമയിലെ ഗുലശേഖര എന്ന വില്ലൻ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആ പുള്ളിയുടെ കോമഡി ആയാലും നെഗറ്റീവ് സൈഡായാലും ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രുക്മിണിയുടെ സീൻസും ഫസ്റ്റ് ഹാഫിൽ നൈസായിരുന്നു. പിന്നെ സിനിമയുടെ ഇൻ്റർവൽ പഞ്ച് എന്നത് ഒരു കടുവ വരുന്നതാണ്. ആ ഒരു കടുവയ്ക്ക് തന്നെ ഈ ഒരു സിനിമയിൽ വൻ സ്ക്രീൻ പ്രസൻസ് ആണ്. സെക്കൻഡ് ഹാഫ് മുതൽ ഒരുപാട് VFX പരിപാടികളും ഇതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും ഉണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ മുകളിൽ വരുന്ന ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ് കാന്താര ചാപ്റ്റർ 1 സിനിമയ്ക്കുള്ളത്. അതുപോലെ നമ്മൾ കാന്താര സിനിമയിൽ കണ്ട ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു ഗുളികൻ കയറിയുള്ള പെർഫോമൻസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു എക്സ്ട്രീം പരിപാടിയാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണുന്നത്. ജയറാമേട്ടൻ്റെയും രുക്മിണിയുടെയും ക്യാരക്ടർ ചേഞ്ച് ആവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതെല്ലാം കിടിലനായിരുന്നു. VFX ടീമിന് കൂടുതൽ വർക്ക് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സിനിമയിലെ പാട്ടുകളും അത്യാവശ്യം നന്നായിരുന്നു. സിനിമയുടെ BGMനൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ കാട്ടിലുള്ള ഫൈറ്റ് സീക്വൻസും അതുപോലെ ക്ലൈമാക്സിൽ വരുന്ന വാർ സീക്വൻസൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റംസാണ്. ക്ലൈമാക്സ് ഭാഗത്ത് ബ്രഹ്മരക്ഷസിനെ കാണിക്കുന്നുണ്ട്. അത് ആനിമേഷൻ ചെയ്ത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ വേറൊരു നെഗറ്റീവും സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. മൊത്തത്തിൽ ഈ ഒരു കാന്താര ചാപ്റ്റർ 1 സിനിമ ഈ ഒരു സിനിമയ്ക്ക് മുൻപ് വന്ന കാന്താര സിനിമയെക്കാളും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ ചാപ്റ്റർ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം.